ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബെസ്റ്റ് ഓട്ടോ ഫിൽട്ടർ ബോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഫുള്ള് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ട് ഉണ്ടാക്കിയത് ഞാനാണ്, എന്നെ വേറെ ആരും സഹായിച്ചിട്ടൊന്നുമില്ല ഈ ബോട്ട് ഉണ്ടാക്കാൻ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ബഗ്ഗാ മറ്റുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ ബോട്ട് ഡിപ്ലോയ് ആക്കിയിട്ട് ഈ ബോട്ടിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി തരാം. പിന്നെ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. ഞാൻ അത് തീർച്ചയായും ആഡ് ആക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ആ ഫ്യൂച്ചർ ആഡ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടുക്കുന്നതായിട്ട് മച്ചാമാറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളോട് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടുക്കാം. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് എന്ന് വെച്ചാൽ റിപ്പോ എന്ന ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, റിപ്പോ എന്ന ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. നേരെ താഴേക്കരാൻ ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ ഡിസ്ക്ലൈമർ ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആയിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് യൂസ് ഈസ് നോട്ട് അലൗഡ് ഉണ്ട്. പിന്നെ ചേഞ്ചിങ് ദി കോഡ് ഈസ് നോട്ട് അലൗഡ് എന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കോഡ് യൂസ് ആക്കേണ്ടത്. ഓക്കെ, അത് ഇമ്പോർട്ട് ആക്കുന്നവർ മാത്രം ഇതാക്കിയാൽ മതി. പിന്നെ ബോട്ടിൻ്റെ ക്രെഡിറ്റ്സ്. ഓക്കെ, ബോട്ടിൻ്റെ ക്രെഡിറ്റ്സ് ആണ് ഇത് കാണുന്നത്. ബോട്ടിലേക്ക് ഇപ്പോൾ ക്രെഡിറ്റ്സിനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ യോർക്കെല്ലാം കുറച്ച് കോഡ് യൂസ് ആക്കിയിട്ടാണ് ഇത്ര ആക്കിയത് ബോട്ടേനെ. ഓക്കെ, അതിനുവേണ്ടി ഓർക്കെല്ലാം ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടവർക്കെല്ലാം. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പിലുണ്ട്. പിന്നെ ബോട്ടിൻ്റെ ഫ്യൂച്ചർ ഇടുന്നുണ്ട്. ബോട്ടിൻ്റെ ഫ്യൂച്ചർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഫ്യൂച്ചറിൻ്റെയിലേക്ക് തന്നെ എത്തും. പിന്നെ വേറെ നമ്മൾ നോക്കാനുള്ള സംഭവമല്ല, വേറെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബോട്ട് ഡിപ്ലോയ് ആക്കാൻ അറിയുന്നില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഡിപ്ലോയ് ടു ഹീറോക്ക് എന്നൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് ലാസ്റ്റ് ഡിപ്ലോയ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എറർ വരുന്നുണ്ടെങ്കിൽ ആ എറർ എങ്ങനെ ഫിക്സ് ആക്കാനായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അത് നോക്കിയിട്ട് ഫിക്സ് ആക്കാം. നിങ്ങൾ നേരെ ഡിപ്ലോയ് ടു ഹീറോക്കുള്ള ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡിപ്ലോയ് ടു ഹീറോക്ക് ബട്ടൺ ഉണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ഹീറോക്കിലേക്ക് ഡിപ്ലോയ് ടു ഹീറോക്ക് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടാൽ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആപ്പ് നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് നെയിം കൊടുക്കാം. ഓക്കെ, ആപ്പ് നെയിം സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത്. ബിഗ് ലെറ്റർ സപ്പോർട്ട് ആവത്തില്ല. സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. പിന്നെ സ്പേസ് ഇടാൻ പറ്റത്തില്ല. സ്പേസിൻ്റെ അടുത്ത് അണ്ടർസ്കോർ ഇടാൻ പറ്റത്തില്ല. ഇതുപോലത്തെ ഒരു മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ ഒരു പേര് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുത്ത പേര് നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതുപോലത്തെ ഗ്രീന് കത്തിയിട്ട് കണ്ടാൽ ഇങ്ങനെ നേരെ താഴോട്ട് കയറാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് അഡ്മിൻസാണ്. അഡ്മിൻസ് എന്ന് വെച്ചാൽ ബോട്ട് ആക്സസ് ആണ്. ആർക്കെല്ലാം ആക്സസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ അഡ്മിന്മാർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ആൻഡ് യൂസർ ഐ ഡി എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ആ ലിങ്കിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആ ലിങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഇതുപോലത്തെ ഒരു സംഭവം എത്തും. എന്നിട്ട് ഇങ്ങനെ നേരെ സെൻഡ് മെസ്സേജ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് എത്തും. ടെലഗ്രാം യൂസ് ആക്കുന്നവർക്ക് ടെലഗ്രാം, പ്ലസ് മെസ്സഞ്ചർ യൂസ് ആക്കുന്നവർക്ക് പ്ലസ് മെസ്സഞ്ചർ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ കയറി സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ബോട്ടിൽ കയറി സ്റ്റാർട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം /ID എന്നടിച്ചു കൊടുക്കാം. ഓക്കെ, /ID എന്നടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ID കിട്ടും. ഈ ID ഒന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഹീറോക്കിലേക്ക് വരാം. ഹീറോക്കിലേക്ക് വന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത ഒരു API ഹാഷാണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എടുക്കേണ്ടതിൻ്റെ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ആ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല എങ്കിൽ ആ വീഡിയോ നിർബന്ധമായിട്ട് പോയിട്ട് കാണാം. വീഡിയോത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. API key ആയിട്ട്. ഓക്കെ, ആ ബോട്ടിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ അത് മാർക്കാക്കി കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു സംഭവം API key. ഓക്കെ, ഈ ഒരു API key ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ടെലഗ്രാമിലുള്ള ഒരു ബോട്ടിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് സെൻഡ് മെസ്സേജ് അടിച്ചു കൊടുക്കാം. ഓക്കെ, സെൻഡ് മെസ്സേജ് അടിച്ചു കൊടുത്തു. സെൻഡ് മെസ്സേജ് അടിച്ച് കൊടുത്തതിന് ശേഷം ബോട്ടിലേക്ക് എത്തിയതിന് ശേഷം ബോട്ടിലേക്ക് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് റെഡിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ബോട്ട് സ്റ്റാർട്ടായിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ചു കൊടുക്കുകയാണ്. നോക്കട്ടെ, പ്രശ്നമായിട്ടുണ്ടാവും ബോട്ടിന്. ഓക്കെ, ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ടായതിനു ശേഷം ടെലഗ്രാമിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഫോൺ നമ്പർ കോപ്പി എടുത്തതിന് ശേഷം നേരെ മൈ ടെലഗ്രാം ORG ബോട്ടിലേക്ക് വന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തു. സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഒരു കോഡ് ചോദിക്കുന്നുണ്ടാവും, കോഡ് അടിച്ചു കൊടുക്കാൻ. ആ കോഡ് ടെലഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ കോഡ് നേരെ ടെലഗ്രാമിൽ നിന്ന് പോയിട്ട് എടുക്കാം. ആ കോഡ് ഒന്ന് കോപ്പി എടുത്തതിന് ശേഷം ഓക്കെ ഈ ഒരു കോഡാണ്, ഈ ഒരു കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ മൈ ടെലഗ്രാം ORG ബോട്ടിൽ കൊണ്ടുപോയി സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും API ഹാഷ് API ID. API ഹാഷ് ഒന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഈ റോക്കൂലെ വന്നിട്ട് API ഹാഷിൻ്റെ സ്ഥലത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് API ID ആണ്. ഓക്കെ, API IDൻ്റെ അടുത്ത് ഈ API ID ഒന്ന് API ID കോപ്പി എടുക്കാം. എന്നിട്ട് നേരെ API IDൻ്റെ അടുത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഓത്ത് ചാനലാണ്. ഈ ഓത്ത് ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ സബ്സ്ക്രൈബിംഗ് ആണ്. ഓക്കെ, ഈ ഓത്ത് ചാനലിൻ്റെ നിങ്ങൾ ഒരു ചാനൽ നിങ്ങളുടെ മെയിൻ ചാനലിൻ്റെ ID കൊടുത്താൽ, ഓക്കെ മെയിൻ ചാനലിൻ്റെ ID കൊടുത്താൽ ആ ചാനലിൽ ജോയിൻ ചെയ്യാണ്ട് ആർക്കും ഫയൽ കിട്ടത്തില്ല. നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഫോർ സബ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഷോർട്ടായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ മെയിൻ ചാനൽ എടുക്കാം. ഓക്കെ, എൻ്റെ മെയിൻ ചാനലാണിത്. ഓക്കെ, മെയിൻ ചാനലാണിത് എൻ്റേത്. ഓക്കെ, എൻ്റെ മെയിൻ ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ഞാൻ നേരെ ഇൻഫർമേഷൻ ബോട്ടിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻഫർമേഷൻ ബോട്ടിൽ മടങ്ങി സെൻഡ് ആക്കുന്നില്ല ഞാൻ. ഓക്കെ, വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ഇൻഫർമേഷൻ ബോട്ടിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് ചെയ്ത് കൊടുത്ത പാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചാനലിൻ്റെ ID. ആ ID നേരെ കോപ്പി എടുത്ത് നേരെ ഓത്ത് ചാനലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അടുത്തതൊരു ഓത്ത് ഗ്രൂപ്പ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബോട്ട് ഒരു ഗ്രൂപ്പിൽ മാത്രം ഒരു വർക്കാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ID മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തോ കൊടുക്കുന്നില്ല, എല്ലാ ഗ്രൂപ്പിലൊക്കെ യൂസ് ആക്കട്ടെ എൻ്റെ ബോട്ട്. പിന്നെ ഓത്ത് യൂസേഴ്സ് PMൻ്റെ ഫിൽറ്ററും, ഓക്കെ PMൻ്റെ ഓട്ടോ ഫിൽറ്ററിൽ നിന്ന് സംഭവമുണ്ട്. പിന്നെ ഇൻലൈൻ ഫ്യൂച്ചർ ഉണ്ട്. ഈ 2 ഫ്യൂച്ചർ ബാക്കിയുള്ള എല്ലാ യൂസറിനും വർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൊടുക്കണ്ട, ഒരു വാല്യൂം കൊടുക്കണ്ട, നിങ്ങൾക്ക് മാത്രം വർക്കായാൽ മതി, ഉണ്ടെങ്കിൽ നിങ്ങളുടെ ID കൊടുത്താൽ മതി. അടുത്തതായിട്ട് ബോട്ട് ടോക്കണാണ്. ഓക്കെ, ബോട്ട് ടോക്കണിൻ്റെ അവിടെ എന്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബോട്ട് ഫാദറിൻ്റെ. ഓക്കെ, നിങ്ങൾ ബോട്ട് ഫാദറിലൊക്കെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ബോട്ട് ഫാദറിലൊക്കെ പോയിട്ട് പുതിയൊരു ബോട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ബോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബോട്ട് ഫാദറായിട്ട് തന്നെ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ ബോട്ടൊന്ന് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, ബോട്ട് ഫാദറിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം /mybot എന്നടിച്ചു കൊടുക്കാം. എന്നിട്ട് ബോട്ടിനൊരു പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ലൂസിഫർ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ലൂസിഫർ. എന്നിട്ടായിട്ട് ബോട്ടിനൊരു യൂസർ നെയിം കൊടുക്കണം. ഓക്കെ, ബോട്ടിൻ്റെ യൂസർ നെയിമിനെ കൊടുക്കുകയാണ് ലൂസിഫർ. ഓക്കെ, _റോബോട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ലൂസിഫർ _റോബോട്ട് കൊടുത്തു. ഈ യൂസർ നെയിം ഇപ്പോൾ ഓൾറെഡി എടുത്ത് നെൽറ്റഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു യൂസർ നെയിം കൊടുക്കുകയാണ് ലൂസിഫർ മോണിസ്റ്റർ _റോബോട്ടിൽ കൊടുക്കുകയാണ്. ഓക്കെ, റോബോട്ടിൽ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ബോട്ടിൻ്റെ ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ബോട്ടിൻ്റെ ടോക്കൺ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ബോട്ട് ടോക്കണിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ചാനലാണ്. ഓക്കെ, ഈ ചാനലിൻ്റെ അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫയൽ ചാനൽ ID ആണ്. ഓക്കെ, നിങ്ങളുടെ ഏത് ചാനലാണോ ഫയലുള്ളത് ആ ഫയലിൽ ചാനലിൻ്റെ ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റെ ഫയൽ ചാനൽ ഇപ്പോൾ ഞാൻ കാട്ടിച്ച് തരാം. ഓക്കെ, എൻ്റെ ഫയൽ ചാനൽ. ഓക്കെ, ഫയൽ ചാനൽ. ഓക്കെ, ഫയൽ ചാനൽ ഇതാണ് എൻ്റെ ഫയൽ ചാനൽ. ഈ ഫയൽ ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ഇൻഫർമേഷൻ ബോട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഒരു ID കിട്ടും ആ ചാനലിൻ്റെ ID നേരെ എന്താണെന്ന് വെച്ചാൽ കോപ്പി ചെയ്തിട്ട് നേരെ ഈ റോക്കിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റെ നെറ്റ് ഭയങ്കര ഇഷ്യൂ ആയതുകൊണ്ടാണ് മല്ലാവുന്നുള്ളത്, സ്പീഡില്ലാത്തത്. ഓക്കെ, അടുത്തതായിട്ട് ക്രിയേറ്റർ നെയിമാണ്. ഈ ബോട്ട് ആരാണ് ക്രിയേറ്റ് ആക്കുന്നുള്ളത് അപ്പോൾ അവരുടെ നെയിം കൊടുക്കാം. ഓക്കെ, അവിടെ മുഹമ്മദ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ നെയിമൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ പേര് കൊടുക്കുന്നതിൽ നല്ല ഉപകാരമുണ്ട്, അതിനോടാണ് പറയുന്നത് നിങ്ങളുടെ പേര് ഒന്ന് കൊടുക്കാം. പിന്നെ MoTech കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിയേറ്റർ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, ക്രിയേറ്റർ യൂസർ നെയിം ഒന്ന് കൊടുക്കാം. നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസർ നെയിം കൊടുക്കാം. ഓക്കെ, ഞാൻ ടെലഗ്രാമിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് യൂസർ നെയിമിൻ്റെ അടുത്ത് പോയിട്ട് ഒരു യൂസർ നെയിം സെറ്റാക്കി കൊടുക്കുകയാണ്. ഓക്കെ, MoTech അസിസ്റ്റൻറ്റ്. ഓക്കെ, ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് ഫുൾ അടിക്കുന്നില്ല, ഗ്രീൻ ആവോളം അടിക്കുകയാണ്. ഓക്കെ, ഗ്രീൻ ആയിട്ടാകുമ്പോൾ നിർത്തിയിട്ട് അതൊന്ന് കോപ്പി ചെയ്യുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാൽ മാത്രമാണ് യൂസർ നെയിം ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആക്കുന്നിട്ട് അറിയാത്തവർക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് യൂസർ നെയിം കൊടുത്താൽ മതി.
ഓക്കെ, യൂസർ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, വിത്തൗട്ട് അറ്റ് എന്നുണ്ട്. ഓക്കെ, വിത്ത് അറ്റ് അല്ല, വിത്തൗട്ട് അറ്റ്. അപ്പോൾ അറ്റ് റിമൂവ് ആക്കണം. അടുത്തതായിട്ട് കസ്റ്റം ഫയൽ ക്യാപ്ഷൻ. ഓക്കെ, കസ്റ്റം ഫയൽ ക്യാപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ readme.md പോയിട്ട് ചെക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹായ് മെൻഷൻ ഉണ്ട്. മെൻഷൻ വെച്ചാൽ ആളെ പേരാണ്. പിന്നെ ഫയൽ നെയിം ഉണ്ട്. ഫയൽ നെയിം പിന്നെ അവിടെ ഫയൽ സൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫയൽ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഫയൽ സൈസ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. എക്സ്ട്രാ ഒന്ന് ആഡ് ആക്കുന്നതാണ് ഞാൻ, അല്ലാണ്ട് വേറൊന്നും ആക്കുന്നല്ല. ഓക്കെ, ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഫയൽ സൈസ് എന്നുള്ള അടിച്ചു കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. അടുത്തതായിട്ട് ഡാറ്റാ ബേസാണ്. ഓക്കെ, ഡാറ്റാ ബേസ് നെയിം കൊടുക്കണമായിട്ട് നിർബന്ധമില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമല്ല. ഓക്കെ, അത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. അതിനോണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അടുത്തത് ഡാറ്റാബേസ് URI. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോത്തിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് അത് എടുക്കുന്ന കാട്ടിച്ച് തരുന്നില്ല. ഇത് സംഭവം കുറേ ആൾക്കാരുടെ സംഭവമാണ്. പിന്നെ പുതിയ മച്ചാന്മാരാരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ, അപ്പോൾ ഓർക്കാൻ വേണ്ടി ഞാനത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് പോയിട്ട് എങ്ങനെ എടുക്കാനായിട്ട് അത് പോയിട്ട് ആ വീഡിയോത്തിൽ പോയിട്ട് ഒന്ന് നോക്കിയിട്ടൊന്ന് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, ഡാറ്റാബേസ് വീഡിയോത്തിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫിൽറ്റർ ബട്ടൺസ് ആണ്. ഓക്കെ, ഈ ഫിൽറ്റർ ബട്ടൺസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 3യും ലെസ് ദാൻ 45. ഓക്കെ, അപ്പോൾ 44ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ഞാൻ ഇട്ടെടുത്തു. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇടുന്ന കണ്ടിട്ട് ഫോട്ടോ, അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഗെറ്റ് ഫയൽ ചാനലാണ്. ഗെറ്റ് ഫയൽ ചാനൽ നിങ്ങൾക്ക് പുതിയതായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ചാനൽ ചെയ്യാം. ഓക്കെ, ആ ചാനൽ നിങ്ങൾ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഫയൽ ചാനൽ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഗെറ്റ് ഫയൽ ചാനൽ നമുക്ക് ഫയൽ കിട്ടുന്ന ഒരു ചാനലാണ്. ഓക്കെ, ആ ചാനലിന് ഒരു മെസ്സേജ് നേരെ ഇൻഫർമേഷൻ ബോട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൻ്റെ ID കിട്ടും. ഓക്കെ, ആ ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം ഇങ്ങനെ നേരെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ലോഗ് ചാനലാണ്. ഓക്കെ, ഈ ലോഗ് ചാനൽ നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റിൽ വലിയ യൂസ് ഉണ്ടായിട്ടാണ് നമുക്ക് ലൂസിഫറിൻ്റെ. ഈ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നല്ല യൂസ് വരും. ഓക്കെ, നല്ല ഇതൊക്കെ അതിൽ ലോഗ്സിൽ വന്നുകൊണ്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ലോഗ് ചാനലിൽ പോയിട്ട് ഇതാണ് ലോഗ് ചാനൽ. എൻ്റെ ലോഗ് ചാനൽ പോയിട്ട് അതിൽ നിന്നൊരു മെസ്സേജ് നേരെ ഇൻഫർമേഷൻ ബോട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാനലിൽ ID കിട്ടും. ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് പിക്സാണ്. ഓക്കെ, രണ്ടും പിക്സ് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ കൊടുക്കേണ്ട മെത്തേഡ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കൊടുക്കേണ്ടത്. അതേ മെത്തേഡ് വെച്ചിട്ട് കൊടുക്കാം. സ്പേസ് വിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, വാല്യൂ എടുക്കേണ്ടത് ഈ ബോട്ടിൽ നിന്നാണ്. ഓക്കെ, ഈ ബോട്ടിൽ നിന്നല്ല, ടെലഗ്രാഫിൻ്റെ ഏത് ബോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ നിന്ന് പോയിട്ട് നിങ്ങൾ എടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഈ ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. ഓക്കെ, ബോട്ടിലൊക്കെ സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നാവൊന്നും ഓടിയുന്നില്ല ഗൈസ്, എന്തെങ്കിലും തെറ്റുണ്ടാകുമെന്ന് ക്ഷമിച്ചേക്കാം, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫോട്ടോ സെൻഡ് ആക്കിയിട്ടുണ്ട്. സെൻഡ് ആക്കിയതിന് ശേഷം എൻ്റെ അപ്ഡേറ്റ് ചാനലിൽ നിങ്ങൾ ജോയിൻ ആയിരിക്കണം. ഓക്കെ, ആ ചാനൽ ജോയിൻ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ബോട്ട്. അപ്പോൾ ആ ചാനലൊന്ന് ജോയിൻ ആവാം. ഓക്കെ, ആ ചാനലാണ് എൻ്റെ എല്ലാ ചാനലിലെ ലിങ്കും ആ ഒറ്റൊരു ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനലൊന്ന് ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാഫിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ലിങ്ക് നേരെ ഹീറോക്കിൽ കൊണ്ടുപോയി ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു സംഭവം ക്ലിയറായി. അടുത്തതായിട്ട് സ്റ്റാർട്ട് മെസ്സേജാണ്. ഓക്കെ, ഈ സ്റ്റാർട്ട് മെസ്സേജ് കുറേ ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ബോട്ടിൻ്റെ സ്റ്റാർട്ട് മെസ്സേജിങ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെയാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇത്. ഓക്കെ, മെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളെ പേരാണ്. ഹേൽഡ് കൊടുക്കുകയാണ്. അതുപോലെ മെൻഷൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, വലിയൊരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കൊടുത്തത് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അത് നേരെ ശ്രദ്ധിച്ച് നോക്കാം. ഒരു ടെക്സ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് സപ്പോർട്ട് ചാറ്റ്. സപ്പോർട്ട് ചാറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് മറ്റും കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് അറ്റാണ്. https:// ആവശ്യമില്ല, അറ്റും ആവശ്യമില്ല.
ഓക്കെ, ഇതുപോലെ യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി, ഇതുപോലെ അറ്റില്ലാത്ത. ഓക്കെ, എനിക്ക് നേരെ ഡിപ്ലോയ് ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഡിപ്ലോയ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2000 years later. ഡിപ്ലോയ് ആയതിനു ശേഷം മാനേജ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മാനേജ് ആപ്പിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ പൈത്തൺ ഒന്ന് ഓഫ് ചെയ്തൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി കാട്ടിച്ചേരുന്നില്ല, ഈ ഒരു സമയം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ബോട്ടിൽ പോവാം. ഓക്കെ, നിങ്ങളുടെ ബോട്ടിൽ പോയിട്ട് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അടിക്കുന്നതായിട്ട് പിന്നെ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ബോട്ടിൻ്റെ യൂസർ നെയിം കോപ്പി എടുത്തതിന് ശേഷം, ഓക്കെ, ഇത് സംഭവം കുറേ ആൾക്കാർ തെറ്റിക്കുന്നൊരു സംഭവമാണ്. നിങ്ങളുടെ ഫയൽ ചാനൽ, ഓക്കെ, ഒന്നാമത്തത് ഫയൽ ചാനൽ ബോട്ടിനെ അഡ്മിനാക്കിയിരിക്കണം. ബോട്ടിനെ അഡ്മിനാക്കിയിട്ടില്ലെങ്കിൽ ബോട്ട് വർക്കാവത്തില്ല. ഒന്നാമത്തത് ഇതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെന്ന് വെച്ചാൽ ഗെറ്റ് ഫയൽ ചാനലുണ്ട്, പിന്നെ ലോഗ് ചാനലുണ്ട്. അതിലുള്ള ബോട്ട് നിർബന്ധമായിട്ട് അഡ്മിനാക്കിയിരിക്കണം. പിന്നെ ആഡ് ടു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് വെച്ച് നിങ്ങളുടെ ചാനലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് കഴിഞ്ഞാൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതിനുകൊണ്ട് നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആഡ് ചെയ്യേണ്ട സാധാരണ തന്നെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഫയൽ ചാനലിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗെറ്റ് ഫയൽ ചാനൽ, ഓക്കെ, ഗെറ്റ് ഫയൽ ചാനൽ വേറെ, ഫയൽ ചാനൽ വേറെ. ഓക്കെ, ഗെറ്റ് ഫയൽ ചാനലിൽ പോയിട്ട് ബോട്ടിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 4 ചാനലിൽ ബോട്ടിനെ നിർബന്ധമായിട്ടും അഡ്മിൻ ആക്കിയിരിക്കണം. ഇപ്പോൾ 2 ചാനലിൽ ബോട്ടിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഒരു ചാനലിട്ട് മൂന്നാമത്തെ ചാനലിൽ പോയിട്ട് ഒന്ന് അഡ്മിൻ ആക്കാം ബോട്ടിനെ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചാനൽ വരെ നമുക്ക് ബോട്ടിനെ അഡ്മിൻ ആക്കാം. മെയിൻ ചാനലാണ് മെയിൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 സബ്സ്ക്രൈബിൻ്റെ ചാനലാണ് മെയിൻ ചാനൽ. ഓക്കെ, മെയിൻ ചാനലും കൂടി അഡ്മിൻ ആക്കി ബോട്ടിനെ. ഓക്കെ, ഇനി നമുക്ക് ലോഗ് ചാനലും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ലോഗ് ചാനൽ കൂടി ബോട്ടിനെ അഡ്മിൻ ആക്കിയാൽ നമ്മുടെ ബോട്ട് ഫുള്ളും പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്ററിൽ പോയി ബോട്ടിനെ അഡ്മിൻ ആക്കാം. ഓക്കെ, ബോട്ടിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. സംഭവം ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നേരെ ബോട്ടിലേക്ക് കയറാം. ബോട്ടിലേക്ക് കയറ്റി ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ കാട്ടിച്ചുതരാം. അതിനെ കാട്ടി ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം ഒന്നും കൂടി സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ സ്റ്റാർട്ട് മെസ്സേജ് കാണാൻ സാധിക്കും. ഞാൻ കൊടുത്ത സ്റ്റാർട്ട് മെസ്സേജ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ എബൌട്ടിലേക്ക് പോകാം. എബൌട്ടിലേക്ക് പോയിട്ട് ആകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്ററിൻ്റെ അടുത്ത് ഞാൻ കൊടുത്ത മോട്ടക്കല്ലേ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മോട്ടക്ക വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങളുടെ പേര് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലിങ്ക് അവിടെ വരുന്നില്ല, ഞാൻ ആ സംഭവം ഫിക്സ് ആക്കിക്കോളാം. നിങ്ങളുടെ ലിങ്കും കൂടി വരുന്നവരാക്കി തരാം. പിന്നെ ബോട്ടിൻ്റെ ലൈസൻസ്, ഡെവലപ്പർ, പിന്നെ പൈത്തൺ വെർഷന്, പൈറോഗ്രാം വെർഷൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽപ്പിൽ പോയാൽ ബോട്ടിൻ്റെ എല്ലാ ഫ്യൂച്ചറും ഇവിടെയുണ്ട്. ബോട്ടിലുള്ള ഫുള്ള് കാര്യമായ ഫ്യൂച്ചറാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 6 ഫ്യൂച്ചറുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ /admin എന്നടിച്ചു കൊടുക്കാം. /admin അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ കുറച്ച് ഹൈഡായിട്ടുള്ള കമൻറ്റ്സും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡായിട്ടുള്ള കമൻറ്റ്സും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഡെക്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഫയൽ ചാനലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ യുവർ ഫയൽ ചാനൽ പോകാം. എന്നിട്ടായിട്ട് ഫയൽ ചാനലിന് ഒരു ഫയൽ വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ബോട്ടിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യെസ് എന്നടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫയൽ ആഡ് ആവുന്നിടം കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി സേവ്ഡ് 20 ഫയൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് അതൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ചെക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിലുള്ള ഒരു ഫയലിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, എൻ്റെ ചാനലിലുള്ള ഫയലിൻ്റെ പേര് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും റിസൾട്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ. ഒരു ഫ്യൂച്ചർ യൂസ് ആക്കുന്ന എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്യൂച്ചറൊക്കെ എങ്ങനെ യൂസ് ആക്കാനായിട്ട് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കുറേ ലെങ്ത്തായി, അതിനോണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാവുന്ന പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.